നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജൂതന്റെ ചങ്ക് കീറിമുറിക്കും, അവരുടെ ഹൃദയങ്ങളിൽ തീ പടർത്തും. ഖമനേയിക്ക് ശേഷം ഇറാനിൽ നിന്ന് ഉയർന്ന കൊടും പകയുടെ നാവ് മൊസാദ് പിഴുതെടുത്തു. ഇറാന്റെ സുരക്ഷാ മേധാവി അലി ലാരിജാനിയുടെ തല കൊയ്തെന്ന് പ്രഖ്യാപിച്ച ഇസ്രയേൽ. ഇറാനിലെ ശക്തനായ ഉദ്യോഗസ്ഥനായ ലാരിജാനിയെ ഇസ്രയേൽ ലക്ഷ്യമിട്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾ പ്രധാനമായും ലക്ഷ്യമിട്ടത് ലാരിജാനിയെ ആണെന്നും അദ്ദേഹത്തെ കൊലപ്പെടുത്തിയെന്നും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ സൈനിക നേതൃത്വത്തിലെ ഏറ്റവും നിർണായക വ്യക്തിയാണ് ലാരിജാനി. ആയത്തുള്ള ഖമനേയിയുടെ കൊലപാതകത്തെ തുടർന്ന് രാജ്യത്തിന്റെ സുരക്ഷയുടെ നേതൃത്വം ലാരിജാനിയുടെ കൈകളിലായിരുന്നു. സുരക്ഷാ മേധാവിയെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം ഇറാന് കനത്ത തിരിച്ചടിയാണ്. ഖമനേയിക്ക് ശേഷം കൊല്ലപ്പെടാൻ പോകുന്നത് പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയിയാണെന്ന് വാദങ്ങൾ ഉയർന്നെങ്കിലും ഇനി കൊല്ലപ്പെടുക അലി ലാരിജാനി തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പായിരുന്നു. അതിന്റെ കാരണം ഖമനേയിക്ക് ശേഷം കരുത്തനാരെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ, അത് അലി ലാരിജാനിയാണ്. ഖമനേയി എന്താണോ നടപ്പാക്കാൻ ബാക്കി വച്ചത് അതെല്ലാം നടപ്പാക്കാൻ കെൽപ്പുള്ളത് ലാരിജാനിക്കാണ്. മിസൈൽ പരീക്ഷണങ്ങളുടെയും ആണവ പരീക്ഷണങ്ങളുടെയും ഖമനേയിയുടെ ലക്ഷ്യങ്ങളുടെയും ജീവിക്കുന്ന ശക്തി കേന്ദ്രമായിരുന്നു ലാരിജാനി. അതായത് ആയത്തുള്ള അലി ഖമനേയി തന്നെയെന്ന് ലാരിജാനിയെ വിശേഷിപ്പിക്കാം. ഖമനേയി കൊല്ലപ്പെട്ടപ്പോൾ ഇറാൻ ടിവിയിൽ പ്രത്യക്ഷപ്പെട്ട ലാരിജാനി പ്രഖ്യാപിച്ചത് ജൂതന്റെ ചങ്ക് കീറിമുറിക്കും, അവരുടെ ഹൃദയങ്ങളിൽ തീ പടർത്തുമെന്നാണ്. അന്നേ മൊസാദ് സ്കെച്ചിട്ടു അലി ലാരിജാനിയെ. അലി ലാരിജാനി കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ അവകാശപ്പെട്ടുവെങ്കിലും ഇറാൻ ഇത് സമ്മതിച്ചിട്ടില്ല. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സാണ് ഈ അവകാശവാദം ഉന്നയിച്ചത്. ഇറാന്റെ അധികാരഘടനയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായ ലാരിജാനി ആണവ ചർച്ചകളിലെ മുൻ മധ്യസ്ഥൻ കൂടിയാണ്. ആക്രമണത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റോ അതോ കൊല്ലപ്പെട്ടോ എന്ന കാര്യത്തിൽ വ്യക്തത തേടുകയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അലി ലാരിജാനിയുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടാൽ യുദ്ധത്തിന്റെ ആദ്യ ദിനം കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് ശേഷം ഇറാനുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രഹരമായിരിക്കും ഇത്. ഖമനേയിയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ലാരിജാനിയെ അവസാനമായി പൊതുവേദിയിൽ കണ്ടത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറാനിൽ നടന്ന ഖുദ്സ് ദിന റാലിക്കിടെയാണ്. ലാരിജാനി ഉൾപ്പെടെയുള്ള മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് അമേരിക്ക $10 മില്യൺ പാരിതോഷികം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ സൈനിക നീക്കം നടന്നത്. ബാസിജ് റെസിസ്റ്റൻസ് ഫോഴ്സ് തലവൻ ഖോലം റേസ സുലൈമാനി ഉൾപ്പെടെയുള്ള മറ്റു മുതിർന്ന നേതാക്കളെയും ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണമെന്നാണ് സൂചന. എന്നാൽ ലാരിജാനിയുടെ മരണത്തെക്കുറിച്ച് ഇറാൻ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സൈനിക ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ഇറാൻ പുലർത്തുന്ന ഈ നിശബ്ദത നിഗൂഢത വർദ്ധിപ്പിക്കുന്നുണ്ട്. ആക്രമണത്തിന്റെ ആഘാതവും നാശനഷ്ടങ്ങളും വിലയിരുത്തി വരികയാണെന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രയേലിനെയും അമേരിക്കയെയും നിരന്തരം വെല്ലുവിളിച്ചിരുന്നു ലാരിജാനി. ഇറാന്റെ നേതൃത്വത്തെ ഇല്ലാതാക്കിയാൽ രാജ്യം ലക്ഷ്യബോധമില്ലാതെ ഉലയുമെന്ന് US കരുതിയോ? ഒരു ഖമനേയി പോയാൽ 1000 ഖമനേയി വരും. US-ഉമായി ഇനി ചർച്ചയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലാരിജാനി US-നെയും ഇസ്രയേലിനെയും നേർക്കുനേർ വെല്ലുവിളിച്ചു. ആണവ കരാറുകൾ ചർച്ച ചെയ്ത തത്വചിന്ത പറയുന്ന ഈ മനുഷ്യനെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന ഒരു മിതവാദി എന്ന നിലയിലാണ് അവർ കണ്ടത്. എന്നാൽ ആ പണ്ഡിത വേഷത്തിനുള്ളിൽ പോരാളിയുണ്ടെന്ന് തിരിച്ചറിയുകയായിരുന്നു ഇസ്രയേൽ. ലാരിജാനി വെറുമൊരു തന്ത്രജ്ഞൻ എന്നതിലുപരി ഇറാന്റെ പ്രതിരോധത്തിന്റെ ഉരുക്കുമുഖമായി മാറി. അമേരിക്കയും സയനിസ്റ്റ് ഭരണകൂടവും ഇറാൻ ജനതയുടെ ഹൃദയത്തിൽ തീ കൊളുത്തിയിരിക്കുന്നു. ദശലക്ഷക്കണക്കിന് ആളുകളെ ആവേശം കൊള്ളിച്ച് മാർച്ച് 1 പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ ലാരിജാനി പറഞ്ഞു, പിന്നീട് തീയായി ആളിപ്പടരുന്ന ഇറാന്റെ പ്രത്യാക്രമണമാണ് ലോകം കാണുന്നത്. വെറി പിടിച്ചു നിൽക്കുന്ന ഇറാൻ സേനയെ പ്രതിരോധത്തിലാക്കണമെങ്കിൽ ഉന്നത നേതൃത്വത്തിലെ ഒരു തല വീഴണമെന്ന് ഇസ്രയേൽ ഉറപ്പിച്ചു. മറ്റൊരു പേരും ചിന്തിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. ജൂതരാഷ്ട്രം കത്തിക്കുമെന്ന് വെല്ലുവിളിച്ച ലാരിജാനിയെ തന്നെ അങ്ങ് തീർത്തു. ഖമനേയിക്ക് ശേഷം ഇറാൻ റവല്യൂഷണറി ഗാർഡ് ബങ്കറിലേക്ക് മാറ്റിയ തലയായിരുന്നു അലി ലാരിജാനി. പരമോന്നത നേതാവിന്റെ പദവിയിലേക്ക് മൊജ്തബയെ കൊണ്ടിരുത്തിയെങ്കിലും ഭരണം ലാരിജാനി തന്നെയായിരുന്നു. ഖമനേയി ബാക്കി വെച്ചതൊക്കെ നടപ്പാക്കാൻ ഇറങ്ങിയത് അലിയായിരുന്നു. ഖമനേയി തന്റെ മരണം ഏകദേശം ഉറപ്പിച്ചിരുന്ന ഘട്ടത്തിൽ തന്റെ സന്തത സഹചാരിയായിരുന്ന അലി ലാരിജാനിയെ ഭരണം ഏൽപ്പിച്ചു കഴിഞ്ഞിരുന്നു പരമോന്നതൻ. അലിക്കൊപ്പം അബ്ബാസ് അരാക്ചിയും ഉണ്ടായിരുന്നു. ഇരുവരും പരമോന്നതന്റെ ഇടം വലമുള്ളവരായിരുന്നു. ഇവരിൽ നിന്ന് വരുന്ന ഓരോ വാക്കും പ്രവൃത്തിയും ആയത്തുള്ള അലി ഖമനേയിയുടേത് തന്നെയായിരുന്നു.
അതിൽ ഒരു തല കൂടി ഇസ്രയേൽ ഇപ്പോൾ എടുത്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിന്റെ കുടുക്കിൽ വീണെന്ന് ആരോപിച്ച അലി ലാരിജാനി ഇറാനിലെ ധീര സൈനികരും മഹത്തായ ജനതയും ശത്രുക്കളെ മറക്കാനാവാത്ത പാഠം പഠിപ്പിക്കുമെന്നാണ് പ്രഖ്യാപിച്ചത്. അമേരിക്കൻ പേപ്പട്ടികളുടെ പട ഞങ്ങളുടെ തടവറയിൽ. തല ചിതറിച്ച് വൈറ്റ് ഹൗസിലേക്ക് ഡൊണാൾഡ് ട്രംപിന് പാഴ്സൽ അയക്കുമെന്ന് ലാരിജാനി ട്രംപിനെ വെല്ലുവിളിച്ചിരുന്നു. ഈ വെല്ലുവിളിക്ക് ശേഷം പിറ്റേന്നു മുതൽ ടെഹ്റാനിലെ ലാരിജാനിയുടെ കോട്ടകളിൽ ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തി. ഓഫീസിന് നേരെയും വീടിന് നേരെയും ആക്രമണങ്ങൾ നടന്നു. തുടർന്നാണ് ലാരിജാനിയെ സുരക്ഷിത ഇടത്തേക്ക് മാറ്റിയത്. ലാരിജാനി ഭിത്തിയിൽ പടമാകാറായെന്ന് ഇസ്രയേലിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. ഖമനേയി കൊല്ലപ്പെട്ടതോടെ ഇപ്പോൾ ഇറാന്റെ സകല സൈനിക നടപടികൾക്കും ചുക്കാൻ പിടിക്കുന്നത് ഇദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ ഇനി തീർക്കേണ്ടത് ലാരിജാനിയെ തന്നെയാണെന്ന് ഇസ്രയേലിന് കൃത്യമായി അറിയാം. ടെഹ്റാനിലും പരിസര പ്രദേശങ്ങളിലും തുടർച്ചയായി ആക്രമണങ്ങൾ നടന്നു. ആദ്യം IRGC അപകടം ഓർത്തില്ല. എന്നാൽ ലാരിജാനിയുടെ ഓഫീസിന് നേർക്ക് ഖമനേയി കൊല്ലപ്പെട്ട ദിവസം നടന്ന അതേ മാതൃകയിലുള്ള ആക്രമണം ഉണ്ടായപ്പോഴാണ് ഇസ്രയേൽ ലാരിജാനിയെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് IRGCക്ക് മനസ്സിലാക്കിയതും സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയതും. എന്നിട്ടും പക്ഷേ ഫലമുണ്ടായില്ല. സുരക്ഷിത കേന്ദ്രത്തിലിട്ട് തന്നെ ലാരിയെ മൊസാദ് തീർത്തു. ഇറാന്റെ മാരക പ്രഹരത്തിനു മുന്നിൽ പശ്ചിമേഷ്യ തന്നെ വിറയ്ക്കുമ്പോൾ എന്താണ് അലി ലാരിജാനിയുടെ ചരിത്രമെന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറിയാണ് 67-കാരനായ അലി ലാരിജാനി. 1979 ശേഷം ഇറാൻ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്ത് രാജ്യത്തിന്റെ മുഖമായിരുന്നു ലാരിജാനി. ചർച്ചകളിലും മറ്റും ശാന്തമായി സാന്നിധ്യമായി അറിയപ്പെട്ടിരുന്ന ലാരിജാനി ഇറാന്റെ കഠിന പ്രതികരണത്തിന്റെ ശബ്ദമായി മാറി. 1958 ജൂൺ 3 ഇറാഖിലെ നജഫിൽ ഒരു അതിസമ്പന്ന കുടുംബത്തിലാണ് ലാരിജാനിയുടെ ജനനം. അമോലിൽ ഏറെ സ്വാധീനമുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തെ 2009 ടൈം മാസിക ഇറാന്റെ കെന്നഡിമാർ എന്നാണ് വിശേഷിപ്പിച്ചത്. പ്രമുഖ മതപണ്ഡിതനായിരുന്നു പിതാവ് മിർസ ഹാഷേം അമോലി. ലാരിജാനിയെപ്പോലെ നീതിന്യായ വിഭാഗം, വിദഗ്ധരുടെ അസംബ്ലി, പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന മതപരമായ കൗൺസിലാണ് ഈ അസംബ്ലി. ഇങ്ങനെ രാജ്യത്തെ സുപ്രധാന പദവികൾ വഹിച്ചവരാണ് അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ. 1979 ഇസ്ലാമിക വിപ്ലവത്തിനു ശേഷം രാജ്യത്തെ പ്രമുഖ വ്യക്തികളുമായി ലാരിജാനി വ്യക്തിപരമായ അടുപ്പം സൂക്ഷിച്ചിരുന്നു. ഇസ്ലാമിക വിപ്ലവത്തിന്റെ ശില്പിയും ഇസ്ലാമിക റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ സ്ഥാപകനുമായ ആയത്തുള്ള റുഹുല്ല മുസവി ഖുമൈനിയുടെ അടുത്ത അനുയായിയായിരുന്ന മൊർത്തേസ മൊദാഹരിയുടെ മകൾ ഫാരിദയെ തന്റെ 20ാമത്തെ വയസ്സിൽ അദ്ദേഹം വിവാഹം കഴിച്ചു. മതസെമിനാരികളിൽ നിന്ന് പ്രമുഖ സ്ഥാനങ്ങളിലെത്തിയ സഹപ്രവർത്തകരിൽ നിന്നും വ്യത്യസ്തമായി മതേതര അക്കാദമിക് പശ്ചാത്തലവും ലാരിജാനിക്കുണ്ട്. 1979 ഷെരീഫ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിലും കമ്പ്യൂട്ടർ സയൻസിലും ബിരുദം നേടി. ടെഹ്റാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാശ്ചാത്യ തത്വചിന്തയിൽ ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും കരസ്ഥമാക്കി. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് പിന്നാലെ ലാരിജാനി IRGC ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൽ ചേർന്നു. ഈ കാലയളവിൽ പ്രസിഡന്റ് അക്ബർ ഹാഷ്മി റവ്സ ഭരണകൂടത്തിൽ സാംസ്കാരിക മന്ത്രിയായും 1994 മുതൽ 2004 വരെ സംസ്ഥാന ബ്രോഡ്കാസ്റ്റർ തലവനായും പ്രവർത്തിച്ചു. ഈ കാലയളവിൽ 3 തവണ പാർലമെന്റ് സ്പീക്കറായും സേവനമനുഷ്ഠിച്ചു. 2005 ലാരിജാനി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും 2ാം റൗണ്ടിലേക്ക് എത്താനായില്ല. അതേ വർഷം ഇറാനിലെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറിയായും രാജ്യത്തിന്റെ മുഖ്യ ആണവ ചർച്ചക്കാരനായും അദ്ദേഹത്തെ നിയമിച്ചു. 2021 2024 പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഗാർഡിയൻ കൗൺസിൽ അദ്ദേഹത്തെ അയോഗ്യനാക്കി. 2025 ഓഗസ്റ്റിൽ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അദ്ദേഹത്തെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറിയായി നിയമിച്ചു. നിലവിലെ സംഘർഷത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ ഒമാന്റെ മധ്യസ്ഥതയിൽ ലാരിജാനി US-ഉമായി പരോക്ഷ ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നു. എന്തായാലും ലാരിജാനി കൊല്ലപ്പെട്ടോ അതോ പരിക്കേറ്റോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. ഇറാന്റെ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി ലോകം കാത്തിരിക്കുകയാണ്. മലയാളി വാർത്ത ഇൻസൈഡ്.